ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം പാർട്ട് 4 എന്ന് പറയുന്നത് വിസ പ്രോസസ്സിങ്, പിന്നെ VFS സ്ലോട്ട്, അവിടെ പോയി കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ഉണ്ടാവുന്നത്, പിന്നെ റിജക്ഷൻ എനിക്കൊരു തവണ വന്നായിരുന്നു, അതിൻ്റെ കാര്യങ്ങൾ, പിന്നെ എയർപോർട്ടിൽ പോയി കഴിഞ്ഞിട്ട് അവിടെ എന്തൊക്കെയാണ് ഉണ്ടാവുന്നത്, ഇത്രയും കാര്യങ്ങളാണ് അപ്പം ഞാൻ ഇന്നത്തെ ഈ പാർട്ട് 4 ഞാൻ പറയുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പം വിസ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത് എനിക്ക് ഒരു 2-3 മന്ത്സ് എടുത്തായിരുന്നു എൻ്റെ വിസ പ്രോസസ്സിങ്ങും കാര്യങ്ങളും ഒക്കെ. എക്സ്ട്രാ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളും എനിക്ക് B2 ആദ്യം ഒരു മൊഡ്യൂളേ ഉള്ളായിരുന്നു. അത് വെച്ച് എനിക്ക് കുറച്ച് റിസ്കി ആയിരുന്നു. എന്നിട്ട് ഞാൻ VFSലൊക്കെ പോയി ഞാൻ വിസയ്ക്ക് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് ഒരു 2-3 വീക്കൊക്കെ വന്നപ്പോഴത്തേക്കിനും എനിക്ക് വിസ റിജക്ഷൻ ആയിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഒരു എക്സാമും കൂടെ ഉണ്ടായിരുന്നു, അത് ഞാൻ എഴുതിയെടുത്ത് ഒന്നുകൂടെ ഞാൻ വിസ സബ്മിറ്റ് ചെയ്തു. അപ്പോൾ എനിക്ക് വിസ കിട്ടി. വിസ കിട്ടിയത് ഞാൻ VFSൽ പോയപ്പോൾ ഉള്ള എൻ്റെ അനുഭവം ഞാനിപ്പോൾ പറയാം. VFSൽ പോകുമ്പം നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ ഔപെയറിനാണെങ്കിൽ 2 ഫയലാണ് നമ്മൾ അവിടെ സബ്മിറ്റ് ചെയ്യേണ്ടത്. ഒരെണ്ണം എല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളും എല്ലാം ഉള്ളതിൻ്റെ കോപ്പിയാണ് 2 നമ്മൾ വെക്കേണ്ടത്. അപ്പോൾ അവർ നമ്മളോട് ചോദിക്കുന്നത് +2 സർട്ടിഫിക്കറ്റ്. ഇപ്പോൾ നിങ്ങൾ ഡിഗ്രി കഴിഞ്ഞവരാണെങ്കിൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ്, ഇതിൻ്റെ ഒറിജിനൽ, പിന്നെ ലാംഗ്വേജ് സർട്ടിഫിക്കറ്റ്, പിന്നെ നമ്മുടെ പാസ്പോർട്ട്. ഇത്രയും കാര്യങ്ങളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. നമ്മൾ ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ് അവർ നമ്മളോട് ചോദിക്കുന്നത്. ബാക്കി 2 ഫയൽ എന്ന് പറയുന്നത് നമ്മുടെ ഇൻഷുറൻസ്, കോൺട്രാക്റ്റ് കാര്യങ്ങൾ എല്ലാത്തിൻ്റെയും കോപ്പീസാണ് നമ്മൾ 2ഉം വെക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ ആദ്യം സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ അവരെല്ലാം ചെക്ക് ചെയ്ത് നമുക്ക് സൈൻ ചെയ്യാത്തടത്താണെങ്കിലൊക്കെ നമ്മൾ സൈൻ ചെയ്യണം. നമ്മളിപ്പോൾ ഞാൻ കൂടുതലും നിങ്ങൾക്ക് പ്രിഫർ ചെയ്യുന്നത് നിങ്ങൾ പ്രീമിയം ലോഞ്ച് എടുക്കണമെന്നാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. അപ്പം നമ്മൾ ആദ്യം ചെല്ലുമ്പോൾ നമ്മൾ ഒരു അപ്പോയിൻമെൻറ്റ് ലെറ്റർ ഉണ്ട്. നമുക്കിപ്പോൾ 2:30 ആയിരിക്കും ആ സമയത്ത് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമ്മൾ പ്രീമിയം ആയതുകൊണ്ട് ഒരു 5 മണിയായാലും നമ്മൾ കയറ്റും. എന്നാലും നമ്മൾ നേരത്തെ ചെല്ലുക, 2:30 തന്നെ ചെല്ലുക. അപ്പോൾ ഫ്രണ്ടിൽ ഇപ്പം എനിക്ക് കൊച്ചിയുടെയാണ് അനുഭവം ഉള്ളത്. അപ്പോൾ ഫ്രണ്ടിൽ 2 ആളുകൾ നിൽപ്പുണ്ടായിരിക്കും, കുറച്ച് ആളുകൾ നിൽപ്പുണ്ടായിരിക്കും. അപ്പോൾ അവർ ചോദിക്കും നമ്മുടെ ടൈം ആകുമ്പോഴത്തേക്കിനും 2:30 ആകുമ്പോൾ പറയണം ഇപ്പം ഇത് കൊടുക്കുക. അപ്പോൾ അവർ ചോദിക്കും ഏതാ കൺട്രി എന്ന് ചോദിക്കും. അപ്പം നമ്മൾ അങ്ങോട്ട് പറയണം പ്രീമിയം ലോഞ്ച് ആവേണ്ടതെന്ന്, ജർമ്മനിയാന്ന് പറഞ്ഞിട്ട് പ്രീമിയം ലോഞ്ച് ആവേണ്ടതെന്ന് നമ്മൾ പറയുക. അപ്പോൾ അവർ സ്ഥലം കാണിച്ചാൽ ഇങ്ങോട്ടൊക്കെ പോയാൽ മതി എന്നൊക്കെ പറയും. അപ്പോൾ നമ്മൾ നേരെ കയറി ചെല്ലുമ്പോഴത്തേക്കിനും നമ്മുടെ കയ്യിലിരിക്കുന്ന ബാഗ് നമ്മളെ ചെക്ക് ചെയ്യണം. അപ്പോൾ അവർ നമ്മളെ ഫുള്ള് ചെക്ക് ചെയ്യും. എന്നിട്ട് നമുക്ക് അതിൻ്റെ ഒരു കാർഡ് തരും, അതായത് നമ്പർ എഴുതിയേക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് പ്രീമിയം ലോഞ്ച് എവിടെയാണെന്ന് വഴി കാണിച്ചാൽ നമ്മൾ നേരെ പോയി അവിടെ ഇരിക്കുക. സൈഡിൽ കുറച്ച് വെള്ളവും ലേസും കുക്കീസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ആദ്യത്തെ തവണ എനിക്ക് അതൊന്നും ഇഷ്ടം, എനിക്കൊരു മടിയായിരുന്നു ചെയ്യേണ്ട. അപ്പോൾ റിജക്ഷൻ ആയി കഴിഞ്ഞാൽ 2ാമത്തെ തവണ വെച്ചപ്പോൾ എനിക്ക് മനസ്സിലായി നമുക്ക് എന്ത് വേണം എടുത്ത് തിന്നാൻ. എന്നിട്ട് ഞാൻ അതിനകത്തുനിന്ന് കുറച്ച് ലേസൊക്കെ എടുത്ത് തിന്നും, കാപ്പിയൊക്കെ കുടിച്ച് ജ്യൂസൊക്കെ കുടിച്ചിരുന്നപ്പോഴത്തേക്കിനും എൻ്റെ നമ്പർ വിളിച്ചു. ആദ്യം ജർമ്മനിയിൽ നിന്ന് വിളിച്ചിട്ടാണ് നിങ്ങളുടെ നമ്പർ വിളിക്കുന്നത്. അപ്പോൾ നമ്മൾ അവിടെ പോവുക. പോയി കഴിയുമ്പോഴത്തേക്കിനും നമ്മുടെ അപ്പോയിൻമെൻറ്റ് ലെറ്റർ ആദ്യം ആ സെക്യൂരിറ്റി അവിടെ കൊടുക്കുമെന്ന് തോന്നുന്നു, ഞാൻ ഓർക്കുന്നില്ല കൃത്യമായിട്ട്. അപ്പോൾ നമ്മൾ അവിടെ ചെല്ലുമ്പോഴത്തേക്കിനും കൊച്ചു പയ്യന്മാരും കൊച്ചു പെമ്പിള്ളാരും ഒക്കെ നമ്മുടെ പ്രായമൊക്കെ കാണത്തുള്ളൂ, അവരായിരിക്കും ഇരിക്കുന്നത്. പേടിക്കൊന്നും വേണ്ട, നേരെ ചെല്ലുക. നമ്മുടെ ഈ ഞാൻ പറഞ്ഞ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആ ഡോക്യുമെൻറ്റ്സ്, നമ്മുടെ ഡോക്യുമെൻറ്റ്സ് SSLC സർട്ടിഫിക്കറ്റ്, ലാംഗ്വേജ് സർട്ടിഫിക്കറ്റ്, പാസ്പോർട്ട്, ഇതെല്ലാം നമ്മൾ ആദ്യം ഒരു ഫോട്ടോയും പാസ്പോർട്ട് നമ്മുടെ ഫോട്ടോ അതും മറക്കില്ല. നമ്മുടെ എന്തോ VFS കൊടുക്കാൻ എന്തോ ജർമ്മനിക്ക് ഇങ്ങനെ ഇത്ര സൈസ് എന്നൊക്കെ ഉണ്ട്. അത് നമുക്ക് എവിടെയാണോ നമ്മൾ ഡോക്യുമെൻറ്റേഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അവർ തന്നെ നമുക്ക് പറഞ്ഞു തരും, പ്രശ്നമൊന്നുമില്ല. അപ്പോൾ കുറേ പേർക്ക് പേടിയുണ്ട് VFSൽ പോകുന്ന കാര്യം, എയർപോർട്ടിൽ പോകുന്ന കാര്യം. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നത്. അപ്പോൾ നമ്മൾ കയറി ചെല്ലുമ്പോഴത്തേക്കിനും അവർ നമ്മുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സ് മേടിച്ച് വെക്കും. എന്നിട്ട് നമ്മുടെ ഇതും സർട്ടിഫിക്കറ്റ് നമ്മുടെ 2 ഫയലിലാക്കിയേക്കുന്ന എല്ലാത്തിൻ്റെയും കോപ്പീസ് മേടിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മളോട് ചോദിക്കും എന്തിനാണ് പോകുന്നത്, ഔപെയറിനാണെന്ന് പറയുക. അപ്പോഴത്തേക്കും ഇതിനു മുന്നേ VFSൽ ഇത് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടോ, വിസ റിജക്ഷൻ വന്നിട്ടുള്ളവരാണെങ്കിൽ ആണെന്ന് പറയുക, ഇല്ലാത്തവരാണെങ്കിൽ ഇല്ലെന്ന് പറയുക.
എന്നിട്ട് അവരോട് പറയണം ഞാൻ ചിലതിലൊന്നും ഒപ്പിട്ടിട്ടില്ല, ഒന്ന് നോക്കിയിട്ട് പറയാൻ ചോദിക്കുമ്പോൾ അവർ നമുക്ക് ഒപ്പിടേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യും. ഔപ്പയറാന്ന് പറയുമ്പോഴത്തേക്കിനും ചിലവർ ചോദിക്കും എന്ത് ഔപ്പയർ എന്നറിയാവോ എന്ന് ചോദിക്കും. അപ്പോഴത്തേക്കും പറയുക ഒരു ഫാമിലിയിൽ നിന്ന് അവരുടെ പിള്ളേരെ ട്രീറ്റ് ചെയ്യുക, ടേക്ക് കെയർ ചെയ്യുന്നതിനാണ് ഔപ്പയർ എന്ന് പറയുന്നത്. ഫാമിലി തന്നെ നമുക്ക് ഇതും പ്രൊവൈഡ് ചെയ്യും, ലാംഗ്വേജ് ക്ലാസ്സും പ്രൊവൈഡ് ചെയ്യും. അതാണ് ഔപ്പയർ എന്നുള്ളതും നമ്മൾ പറയുക. അത് കഴിഞ്ഞ് അത്രയേ ഉള്ളൂ. അപ്പം നമ്മൾ അവരോട് അതെല്ലാം ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനും അവർ അവിടെ എത്ര രൂപയായി, എനിക്ക് 11,250 VFSൽ അടയ്ക്കാൻ വേണ്ടിയിട്ടായത്. സ്ലോട്ട് എടുക്കാൻ വേറെയാണ്, സ്ലോട്ട് എടുത്തത് ഞാൻ വേറെ 15,000 ഒക്കെ ഉള്ളായിരുന്നു എനിക്ക് കഴിഞ്ഞ വർഷം. അപ്പോൾ ഈ വർഷമൊക്കെ അത് 1,00,000 ഞാൻ ബ്ലാക്കിനായിരുന്നു എടുത്തത്. എനിക്ക് 11,250 അപ്പോൾ അതിൻ്റെ ഒരു ചീട്ട് തരും. അത് നമ്മൾ ആദ്യം പൈസ പോയി അടച്ചിട്ട് അവർ പറയും ബയോമെട്രിക് നമ്മുടെ ഫിംഗർ പ്രിൻ്റ് ഒക്കെ ചെയ്യണം. അപ്പം ബൂത്ത് എത്രയാണെന്ന് വെച്ചാൽ നിങ്ങളോട് പറയാം, ബൂത്തിൽ പോയി ഇരുന്നോളാൻ പറയും. അപ്പം നമ്മൾ അവിടെ വെയിറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മളെ വിളിക്കും, നമ്മുടെ പേര് ഇങ്ങനെ വിളിക്കും. നമ്മൾ വേറെ എവിടെ ശ്രദ്ധിച്ചിരിക്കില്ല, അവർ നമ്മുടെ പേര് വിളിക്കും. അപ്പം എൻ്റെ പേരിങ്ങനെ അവന്തിക ശിവൻ എന്ന് വിളിച്ചപ്പോൾ ഞാൻ കയറി ചെന്നു. എന്നിട്ട് നമ്മുടെ ഫിംഗർ പ്രിൻറ്റും ഒപ്പും കാര്യങ്ങളും മുഖം ഫോട്ടോ ഒക്കെ എടുക്കും, എല്ലാം ചെയ്യും. അപ്പം ബയോമെട്രിക് കഴിയുമ്പോഴത്തേക്കിനും അവർ നമ്മളോട് ചോദിക്കുക എന്തെങ്കിലും സംശയം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കിനും നിങ്ങളൊന്ന് പറയുക, എല്ലാം സബ്മിറ്റ് ചെയ്തിട്ടുണ്ടോ നോക്കിക്കോട്ടെ, എന്താ ഫയൽ എന്നൂടെ ചെക്ക് ചെയ്തോട്ടെ എന്ന് ചോദിക്കുമ്പോൾ അവർ നമ്മുടെ ഫയൽ തരും. അപ്പോൾ നമ്മളെല്ലാം ചെക്ക് ചെയ്തിട്ട് അത് തിരിച്ചു കൊടുക്കാം. അപ്പം ഇത്രേ ഉള്ളൂ VFSലെ കാര്യം എന്ന് പറയുന്നത്. സിമ്പിളാണ്. ആ സമയത്ത് ആരാണോ നമുക്ക് VFS സ്ലോട്ട് എടുത്ത് തരുന്നത് അവരോട് ചോദിക്കുക നമ്മൾ എത്രയാവും VFSൽ എന്നുള്ളത്. അപ്പം നമ്മളിപ്പം ഒരു 11,250 അവർ പറഞ്ഞെങ്കിൽ ഒരു 11,500 വെക്കുക കയ്യിൽ. അപ്പം അത് വെച്ചിട്ട് പോവുക. ഇത്ര ഉള്ള സിമ്പിൾ കാര്യമാണ് VFSലെ കാര്യം എന്ന് പറയുന്നത്. ഇപ്പോൾ ബാംഗ്ലൂരിലെ കാര്യം എങ്ങനെയാണെന്ന് അറിയത്തില്ല. എൻ്റെ ചേട്ടന് ബാംഗ്ലൂരായിരുന്നു, പക്ഷേ എനിക്ക് അറിഞ്ഞുകൂടാ അതിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന്. മേ ബി സെയിം തന്നെ ആയിരിക്കും. അപ്പം അതൊന്നും പേടിക്കാനില്ല. അടുത്തതെന്ന് പറയുന്നത് ഇപ്പം VFS നമ്മൾ വിസയ്ക്ക് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 1 to 2 വീക്കിനുള്ളിൽ നമുക്ക് വിസ അടിച്ച് കിട്ടും. വിസ അടിച്ച് കിട്ടിക്കഴിഞ്ഞ് നമ്മൾ ആ ഒരു സന്തോഷത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ വീഡിയോയ്ക്കകത്ത് നോക്കി നമ്മൾ എല്ലാം പാക്ക് ചെയ്യണം. പാക്കൊക്കെ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ നേരെ ഡേറ്റ് എടുക്കാറാകുമ്പോൾ, അതായത് ആദ്യമായിട്ട് പോകുന്നത് എനിക്ക് തോന്നുന്നു ഫ്ലൈറ്റ് ഇപ്പോൾ എടുക്കുന്നതിന് 3 മണിക്കൂറോ 4 മണിക്കൂർ മുന്നേ നമ്മൾ എയർപോർട്ടിൽ എത്തണം. 4 മണിക്കൂർ മുന്നേ എത്തി അവിടെ ആദ്യം ഞാനെന്ന് പറഞ്ഞാൽ അവിടെ ഒരു ടീം ഉണ്ടായിരുന്നു. ആ ടീമിന് 3,000 രൂപ എങ്ങാണ്ട് കൊടുത്തിട്ട് എനിക്ക് ഫസ്റ്റ് ടൈം പേടിയായതുകൊണ്ട് ഞാൻ കയറുമായിരുന്നു. അങ്ങനെയാണ് ഞാൻ കയറിയത്. അതെനിക്ക് ചെറിയ പേടിയുള്ളത് കൊണ്ട് അപ്പം നമ്മളൊന്നും അറിയണ്ട, അവരാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അപ്പം നമ്മൾ ആദ്യം ഫ്രണ്ടിൽ നിൽക്കുന്ന സെക്യൂരിറ്റിക്ക് നമ്മുടെ ടിക്കറ്റ് കാണിച്ചു കൊടുക്കുക. അപ്പോൾ അവർ ടിക്കറ്റും കാണിച്ചു കൊടുത്ത് പാസ്പോർട്ടും കാണിച്ച് നമ്മുടെ മുഖമൊക്കെ ഇങ്ങനെ വെരിഫൈ ചെയ്തിട്ട് നമ്മളോട് കയറി പൊക്കണം പറയും. അപ്പോൾ നമ്മളിങ്ങനെ ടാറ്റൊക്കെ കൊടുക്കണം, എന്നിട്ട് തിരിച്ച് നോക്കാതെ പോകണം. എന്നിട്ട് പോയി കഴിഞ്ഞിട്ട് നമ്മൾ സൈഡിൽ തന്നെ ഇങ്ങനെ നമ്മുടെ വലിയ ബാഗ് റാപ്പ് ചെയ്യുന്നത് ഉണ്ട് സൈഡിൽ. ഇപ്പം നിങ്ങൾക്ക് അത് താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ വീട്ടിൽ നിന്ന് റാപ്പ് ചെയ്തിട്ട് വരാൻ. മറ്റേ ട്രാൻസ്പെറൻറ്റ് പ്ലാസ്റ്റിക് കവറും കൊണ്ട് ഇങ്ങനെ റാപ്പ് ചെയ്യും. അപ്പോൾ അവർ പറയുന്നത് ഇത് എത്ര ഇടിച്ചാലും പോകത്തില്ലെന്നാണ്. അപ്പം നമ്മൾക്ക് അത് വീട്ടിൽ നിന്ന് ചെയ്തിട്ട് വരാം. അല്ല പിന്നെ വെറുതെ ഒരു 500 രൂപ കളയേണ്ട കാര്യം അവർ 500 രൂപ അത് റാപ്പ് ചെയ്യുന്നതിന് മേടിക്കുന്നത്. അപ്പം എന്നിട്ട് നമ്മുടെ പേരൊക്കെ നമ്മൾ അതിനകത്ത് എഴുതുക. ഇപ്പം ഞാൻ കൊച്ചി ടു മ്യൂണിക് ആയിരുന്നു, അല്ല ആദ്യം കൊച്ചി ടു ദോഹ, ദെൻ ദോഹ ടു മ്യൂണിക് എന്നിങ്ങനെ എഴുതും. അങ്ങനെ എഴുതി എൻ്റെ പേരും എഴുതും. ഞാൻ അവന്തി എന്നായിരുന്നു എഴുതിയത്, കാരണം മാറിപ്പോകാതിരിക്കുക. ഇപ്പം എവിടെയാണോ സ്ഥലം അവിടെ എത്തിയിട്ട് എടുക്കുമ്പോഴത്തേക്കിനും മാറിപ്പോകാതിരിക്കുക. എന്നിട്ട് നിങ്ങൾ ഒരു കാര്യങ്ങൾ ശ്രദ്ധിച്ചോണം, എന്തെങ്കിലും റിബൺ ഉണ്ടെങ്കിൽ നിങ്ങൾ 2 ബാഗിലും, അതായത് ക്യാബിനിൽ കെട്ടണമെന്നില്ല, മറ്റേ ബാഗിൽ നിങ്ങളൊന്ന് കെട്ടിക്കുക. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ കറങ്ങി നമ്മുടെ ബാഗ് വരുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ആ റിബൺ കെട്ടിക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പം മഞ്ഞ ബാഗ് ഒരു 3 എണ്ണം കാണുമായിരിക്കും, അപ്പോൾ അത് സംശയം വരും. അതുകൊണ്ട് ഒരു റിബൺ, ഒരു പച്ചയോ മഞ്ഞയോ അങ്ങനത്തെ എന്തെങ്കിലും റിബൺ നിങ്ങൾ കെട്ടിക്കോ. അല്ലെങ്കിൽ പെട്ടെന്ന് കാണാൻ പറ്റും വരുന്നുണ്ട് എന്നുള്ള രീതിയിൽ. അപ്പം അത് കെട്ടി ഇപ്പം നിങ്ങളുടെ ഏതാണോ നിങ്ങളുടെ ഫ്ലൈറ്റ്, ഇപ്പം നിങ്ങൾ എത്തിഹാദ് ഖത്തർ എയർവേസ്, അങ്ങനെ എയർ ഇന്ത്യ, അപ്പം അങ്ങനത്തെയൊക്കെ ആയിരിക്കും എടുക്കുന്നത് ടിക്കറ്റ്. അപ്പം ഏത് ടിക്കറ്റാണോ ആ ടിക്കറ്റ് ആ ഫ്ലൈറ്റിൻ്റെ ഓരോ ഇത് കാണാം, സ്ഥലങ്ങൾ. അതായത് ഇപ്പം എയർവേസിൻ്റെ, ഖത്തർ എയർവേസിൻ്റെ മാത്രം ഒരു സെക്ഷൻ കാണും, എത്തിഹാദിൻ്റെ മാത്രം ഒരു സെക്ഷൻ കാണും, എയർ ഇന്ത്യയുടെ മാത്രം ഒരു സെക്ഷൻ കാണും. അപ്പോൾ നിങ്ങളുടെ ടിക്കറ്റ് ഏതാണോ ആ സെക്ഷനിലോട്ട് നിങ്ങൾ പോവുക. ആ സെക്ഷനിലോട്ട് പോകുമ്പോഴത്തേക്കും അവരിങ്ങനെ ഹലോ വെൽക്കം ടു ഖത്തർ എയർവേസ്, നിങ്ങളുടെ പേരെന്താണ് അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് നമ്മളെ ഗ്രീറ്റൊക്കെ ചെയ്യും. ഹാവ് എ നൈസ് ഡേ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ അങ്ങോട്ട് വിടും. അപ്പം
നമ്മൾ ആ ആൾക്കാർ ഇരിക്കുന്നിടത്ത് ചെല്ലുക. അവർ ചെല്ലുമ്പോഴത്തേക്കിനും നമ്മളോട് പേരെന്താണെന്ന് ചോദിക്കും. അപ്പം നമ്മൾ പേര് പറയുക. അപ്പം എന്തിനാ പോകുന്നതെന്ന് ചോദിക്കും. ഔപ്പേറിനാണ് പോകുന്നതെന്ന്. അപ്പം നമ്മളോട് ഔപ്പേർ കോൺട്രാക്റ്റ് കാണിക്കാൻ പറയും. എനിക്ക് ഈ കാര്യം അറിയത്തില്ലായിരുന്നു. ഞാൻ എന്നിട്ട് പഴയ ഫോണിൽ നിന്ന് തപ്പിയെടുത്ത് ഞാൻ അവരെ എൻ്റെ കോൺട്രാക്റ്റ് കാണിച്ച്. അപ്പം അത് നിങ്ങൾ ശ്രദ്ധിച്ചു. അതിനാണ് ഞാൻ പറഞ്ഞത് നിങ്ങളോട് കോൺട്രാക്റ്റിൻ്റെ ഒരു കോപ്പി നിങ്ങൾ കൈ വെച്ചോളാം. അപ്പം അത് പറയുമ്പോഴത്തേക്കിനും നമ്മുടെ ഇത് ബാഗ് ഇവിടെ മറ്റേ വെയിറ്റ് നോക്കും. വെയിറ്റ് നോക്കാൻ നേരത്തുണ്ടല്ലോ എൻ്റെ കറക്റ്റ് 30 കിലോ. എൻ്റെ കറക്റ്റ് 30 കിലോ. മറ്റേതാണെങ്കിൽ 7 കിലോയോ എനിക്ക് 37 കിലോ അങ്ങനെ എങ്ങാണ്ടായിരുന്നു പറഞ്ഞത്. അപ്പം കറക്റ്റ് കൃത്യം. അപ്പം ഞാനിങ്ങനെ എൻ്റെ അച്ഛനെ ഇങ്ങനെ തിരിച്ചു നോക്കിയിട്ടും കറക്റ്റായിരുന്നു. അപ്പോൾ അത് അങ്ങനെ കയറ്റിയിട്ട് അത് കഴിഞ്ഞപ്പോഴത്തേക്കിനും അവർ നമുക്ക് 2 ബോർഡിംഗ് പാസ് തരും. അതായത് നമുക്ക് ഇവിടുന്ന് കൊച്ചിയിൽ നിന്ന് ദോഹ വരെ ഉള്ള ഒരു ബോർഡിംഗ് പാസും ദോഹയിൽ നിന്ന് എവിടെയാണ് നിങ്ങളുടെ സ്ഥലം ജർമ്മനിയിൽ അവിടം വരെയുള്ള ബോർഡിംഗ് പാസും തരും. അപ്പം ഈ ദോഹയിൽ നിന്ന് അല്ല ഇപ്പം സെക്കൻഡ് നമ്മൾ ആദ്യം ചെന്ന് ഇറങ്ങുന്ന അവിടെ നിന്ന് നമ്മുടെ ജർമ്മനി വരെ ഉള്ള ബോർഡിംഗ് പാസ് നിങ്ങളെടുത്ത് സൂക്ഷിച്ച് മാറ്റി വെക്കുക. നമുക്കിപ്പോൾ കൊച്ചിയിൽ നിന്ന് എവിടെയാണോ ആദ്യത്തെ ഫ്ലൈറ്റ് വരെ ചെല്ലുന്നത് അവിടെ വരെയുള്ള ബോർഡിംഗ് പാസ് നമുക്ക് മതി. അപ്പം അത് നമ്മൾ കൈ വെക്കുക. അത് കഴിഞ്ഞ് നേരെ നമ്മൾ സെക്യൂരിറ്റി ചെക്കിങ്ങിന് പോകും. നമ്മുടെ കയ്യിലുള്ള അതായത് ഇപ്പം ക്യാബിൻ ബാഗ് മൊത്തം നമ്മളെടുത്ത് വെളിയിൽ വെച്ച് ഞാൻ പറഞ്ഞില്ലേ കീക്കി അടിച്ചതിൻ്റെ മെറ്റൽ ഇയറിങ്സ് ആയിരുന്നു. അത് മാത്രമല്ല പിന്നെ നമ്മുടെ ബോഡി ഫുള്ള് ചെക്ക് ചെയ്യും. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ ചെല്ലുക. നേരെ ചെന്ന് എവിടെയാണോ അത്രേ ഉള്ളൂ. വലിയ കൂടുതൽ സമയമൊന്നും എടുത്തില്ല. പിന്നെ 2 തവണ സെക്യൂരിറ്റി ചെക്കിങ് ഉണ്ടെന്ന് തോന്നുന്നു. എനിക്ക് അത് ഓർമ്മയില്ല. അപ്പം പേടിക്കാനൊന്നുമില്ല. നമുക്ക് ഒറ്റയ്ക്ക് പോയി ചെയ്യാന്നുള്ളത്. നമ്മൾ ഈ 3000 രൂപ കളഞ്ഞ് അവരുടെ ഇതൊന്നും എടുക്കേണ്ട കാര്യമൊന്നും ഇല്ല സത്യം പറഞ്ഞു. എന്നിട്ട് നമ്മൾ നേരെ ചെല്ലുക. ഇപ്പം നമുക്ക് എന്തെങ്കിലും അറിയത്തില്ലെങ്കിൽ അവിടെ നിൽക്കുന്ന സെക്യൂരിറ്റിയോട് ചോദിക്കുക അടുത്ത് നമ്മൾ എവിടെ പോകേണ്ടതെന്നുള്ളത് അവർ പറഞ്ഞു തരും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ ഏതാണോ നമ്മുടെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഫ്രണ്ടിൽ ഇപ്പം നമുക്ക് കയറാനുള്ള സ്ഥലത്തിൻ്റെ ഫ്രണ്ടിൽ ചെന്നിരിക്കുക. ഫ്ലൈറ്റ് കയറാൻ വേണ്ടിയിട്ട് ചെന്നിരിക്കുക. അപ്പോൾ അവിടെ നിന്ന് ഇപ്പം നമ്മുടെ ഇപ്പം എന്തോ വിളിച്ച് പറയും. നമ്മുടെ ഫ്ലൈറ്റിൻ്റെ നമ്പറാണെന്ന് തോന്നുന്നു. എന്തോ വിളിച്ച് പറയുമ്പോഴത്തേക്കും നമ്മൾ എണീറ്റ് അവിടെ ചെല്ലുക. അപ്പം നമ്മളിങ്ങനെ നമ്മുടെ പാസ്പോർട്ട് കൊടുക്കുക. പാസ്പോർട്ട് ബോർഡിംഗ് പാസ്സാണെന്ന് തോന്നുന്നു. ബോർഡിംഗ് പാസ് ഇങ്ങനെ കാണിക്കും. ഇതും കാണിക്കുമെന്ന് തോന്നുന്നു. വിസയും കാണിക്കുന്നു തോന്നുന്നു. എല്ലാം കാണിച്ചിട്ട് അവർ ഹാവ് എ നൈസ് ജേർണി എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഇത് വെച്ച് നമ്മൾ കയറും. നമ്മൾ കയറി നേരെ ഫ്ലൈറ്റിലോട്ട് കയറുമ്പോഴത്തേക്കിനും അവിടെയും കുറേ എയർ ഹോസ്റ്റസിങ്ങനെ ഒക്കെ കാണിച്ച് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ നേരെ ഏതാണോ നമ്മുടെ ആ ബോർഡിംഗ് പാസിൽ എഴുതിയിട്ടുണ്ട് ഏതാണ് നമ്മുടെ ഇതെന്ന് നമ്പർ ഏതാന്ന് സീറ്റ് നമ്പർ. അപ്പോൾ സീറ്റ് നമ്പർ നമ്മുടെ മേളിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും ക്യാബിനിൽ ഇങ്ങനെ. അപ്പോൾ അതിനിങ്ങനെ നോക്കുക. നമ്മുടെ ക്യാബിൻ ബാഗ് എടുത്ത് ക്യാബിനിൽ ഇങ്ങനെ വെക്കുക. വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ കയറി സുഖമായിട്ട് കിടന്നുറങ്ങുക. പിന്നെ ഈ ബോർഡിംഗ് പാസ് നമുക്ക് വേണം. പിന്നെ നമ്മൾ ബോർഡിംഗ് പാസ് അവർ മേടിച്ച് വെക്കും അങ്ങനെ എങ്ങാണ്ടാണ് എനിക്ക് തോന്നുന്നത്. എന്നിട്ട് പിന്നെ നമ്മുടെ 2ാമത്തെ ഫ്ലൈറ്റ് എവിടെയാണോ ആ 2ാമത്തെ ഫ്ലൈറ്റിനുള്ളത് ഇതുപോലെ തന്നെ സെയിം അവിടെ ചെന്നിട്ടും സെക്യൂരിറ്റി ചെക്കിങ്ങും കാര്യങ്ങളും ഒക്കെ കാണും. അതെല്ലാം സെയിം കയറി നമ്മൾ എവിടെയാണോ നിങ്ങളുടെ സ്ഥലം നിങ്ങളുടെ ഡെസ്റ്റിനേഷൻ അവിടെ വന്ന് നമ്മൾ ഇറങ്ങുക. ഇത്രയേ ഉള്ളൂ കാര്യം. സിമ്പിൾ ആൻഡ് ഹമ്പിൾ കാര്യങ്ങളാണ്. അവിടെ ചെന്ന് ഇറങ്ങുമ്പോൾ നമ്മുടെ മെയിൻ ലഗേജ് എടുക്കാൻ മറക്കരുത്. എല്ലാവരും വണ്ടി അവിടെ വന്ന് കിടപ്പുണ്ടെന്ന് പറഞ്ഞ് ചെന്ന് ചാടില്ല. ചിലപ്പോൾ കുറേ സമയം എടുക്കും ഇത് കറങ്ങി വരാൻ വേണ്ടിയിട്ട്. ഞാൻ ഓർത്ത് എൻ്റെ ബാഗൊന്നും ഇല്ലായിരിക്കുമെന്ന്. ഞാൻ അവിടെ നിന്ന് മടുത്ത് കഴിയുമ്പോഴത്തേക്കും ഞാൻ നോക്കുമ്പോഴത്തേക്കിനും ഓരോ ഒറ്റയാൻ പോലെ ഒരുത്തം വരുന്നു. ഞാനിങ്ങനെ വലിച്ചെടുത്ത് എല്ലാം ഓക്കെ ആക്കി. അപ്പോൾ അത്രേ ഉള്ളായിരുന്നു എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോഴത്തേക്കിനും. അപ്പം എനിക്കിത്രേ ഉള്ളൂ പറയാൻ വേണ്ടിയിട്ട്. VFSൻ്റെ കാര്യവും അല്ലെങ്കിൽ വിസ പ്രോസസ്സിംഗ് എന്നും പറയുന്നത് VFSൻ്റെ കാര്യവും അല്ലെങ്കിൽ ഇപ്പോൾ എയർപോർട്ടിൻ്റെ കാര്യവും എനിക്ക് ഇത്രേ ഉള്ളൂ പറയാൻ വേണ്ടിയിട്ട്. അപ്പം എന്തായാലും ഇത് നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം ഹെൽപ്ഫുള്ളായെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ഇതിനകത്ത് ചോദിക്കുക. അപ്പം ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും Cheesy!